ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളനാണ് ഞാൻ. അതായത് ഈ 2 കാറൊക്കെ കൈസ് ഞാൻ മോഷ്ടിച്ചെടുത്തേണ്. ഇതൊന്നും എൻ്റേതല്ല. പിന്നെ ഈ വീടും കൈസ് ഇത് എൻ്റേതല്ല, എൻ്റേതാണ്. ഞാൻ മോഷ്ടിച്ചെടുത്ത കായ് കൊണ്ട് പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണ് കൈസ്. എന്ത് ചെയ്യാനാണ്, ഫുള്ള് കൈസ് നമ്മൾ മോഷ്ടിച്ചെടുത്തതാണ്. ഈ വീടിൻ്റെ കായും ഞാൻ മോഷ്ടിച്ചെടുത്തതാണ്. പിന്നെ വണ്ടികൾ കണ്ട് ഞാൻ വേറെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതാണ്. ഏതായാലും കൈസ് ഇന്ന് നമുക്ക് മോഷ്ടിക്കാൻ പോകണം. ഏതായാലും രാത്രി ആവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏതായാലും കൈസ് രാത്രി ആയിട്ടുണ്ട്, നമുക്ക് നേരെ മോഷ്ടിക്കാൻ ഇറങ്ങാം. നമ്മുടെ GTR എടുത്തിട്ട് തന്നെ നമുക്ക് പോകാം. നമ്മൾ കുറച്ച് റിച്ചായി പോകണം കൈസ്, അതല്ലേ. ഏതായാലും കൈസ് ഇന്ന് 2-3 വീടൊക്കെ മോഷ്ടിക്കാൻ നോക്കണം കൈസ്. രാവിലെ ആകുമ്പോൾ 2-3 വീടിൽ എങ്ങനെയായിരുന്നു കവർ ചെയ്യണം. അതിന് വല്ല അടിപൊളിക്ക് എടുക്കാച്ച സാധനങ്ങൾ കിട്ടി അത് വിറ്റന്നെ എനിക്ക് പൈസ ആക്കാമല്ലോ. എന്നിട്ട് എനിക്ക് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങാമല്ലോ. ഏതായാലും കൈസ് നമുക്ക് ആ ടവറിലേക്കൊന്ന് പോയേക്കാം. ആദ്യത്തെ നമ്മുടെ ബിൽഡിങ്ങിലേക്ക് പോയേക്കാം. അത് ഇതുവരെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ ഇതുവരെ മോഷ്ടിച്ചൊക്കെ കൈസ് നാട്ടും പുറത്തുനിന്നൊക്കെയായിരുന്നു. പിന്നെ GTR ഒക്കെ ഞാൻ സിറ്റിയിൽ നിന്ന് തന്നെയാണ്. അത് വേറെ റിച്ച് ആളെ വീടുന്നതിനും അത് പിന്നെ കേസായിട്ടൊന്നും ഉണ്ടായില്ല. പോലീസുകാരൊക്കെ അന്വേഷിച്ചു. ഞാനാണ് വീടിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് കൈസ്, ആരും കാണാതിരിക്കാൻ. ഏതെങ്കിലും കഴിച്ച് നമുക്ക് ഏതായാലും ഇത്താണ് ഈ വീട് മോഷ്ടിക്കാം. ഏതെങ്കിലും കഴിച്ച് നമുക്ക് വേഗം ഇറങ്ങാം. ആരും കണ്ടിടും ഉണ്ടാവില്ല. എല്ലാവരും കരുതിക്കോട്ടെ ഞാൻ ഈ വീട്ടിലത്തെ ഉടമസ്ഥനാണ്. ഇതെൻ്റെ വീടാണ്, ഇതെൻ്റെ വീടാണ്. ഏതായാലും കഴിച്ച് നമ്മൾ വീട് ഉള്ളിലെത്തി. ഇവിടെ ചേച്ചിൻ്റെ കഴിച്ച് ചേച്ചിൻ്റെ ഹസ്ബൻഡും ഉണ്ട് ഇവിടെ. നമുക്ക് ഏതായാലും ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡ് എടുക്കാൻ കഴിച്ച്. എന്തോ നാപ്കിനോ എന്തോ സാധനം കിട്ടി കഴിച്ച്. ഇവിടെ എല്ലൊക്കെ എനിക്ക് ഇതൊക്കെ എൻ്റേതാണ് കഴിച്ച്. ഇവിടെ എന്തോ ഇവരെ പൈസ കഴിച്ച് ഈ അലമാൻ്റെ ഉള്ളിലാണ്. ഇതായാലും മുത്തശ്ശിയുണ്ട് കഴിച്ച്. ഇവിടെ ചീട്ടൊക്കെ കളിക്കുമല്ലോ. ഇവർക്ക് കഴിച്ച് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. സെക്യൂരിറ്റി ഒക്കെ ഒന്ന് പിരാന്തമുണ്ട്. സെക്യൂരിറ്റി നമ്മളെ കണ്ടിട്ടൊന്നുമില്ല. ഏതായാലും നമുക്ക് ഇവിടെ നോയന് പോകാം. ഇവിടെ എന്തോ കണ്ടിട്ടല്ലോ പിക്ചർ. എന്തിനാ കഴിച്ച് പിക്ചറൊക്കെ ഇനി ഉണ്ടാവും. ഇവിടെ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഏതായാലും നമ്മൾ ഈ വീട് എല്ലാം എടുത്തിട്ടേ പോകണുള്ളൂ. ഇവിടെ എല്ലാം ഞാൻ എടുത്തു. അമ്മൂമ്മ സുഖല്ലേ, ചായ അടിച്ചോ? അമ്മൂമ്മ കടച്ചേരിയിൽ എന്തോ വർത്തമാനം ഒത്തിരികയാരം കഴിച്ച്. നമുക്ക് ബെഡ്റൂം എത്തി കഴിച്ച്. ഇവിടെ എന്തോന്നുണ്ട്, ഇവിടെ എന്തോ പേപ്പറോ നോട്ട് പാഡ് കഴിച്ച്. അതൊക്കെ വിറ്റൊക്കെ ആയി കിട്ടും. നമുക്ക് വേഗം നമുക്ക് ഇവിടെ നോയന് പോകാം. ഇവിടെ ഒച്ചൊന്നും കേട്ടാൽ പിന്നെ സീനാണ്. ഓരോ കുക്കിങ്ങിലാണ് കഴിച്ച്. ബിസിയാണ് ബിസി കഴിച്ച്. മോഷ്ടിച്ചു. ഇവിടെ കുറച്ച് സാധനങ്ങൾ കിട്ടി. നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകാൻ കഴിച്ച്. ഇവിടെ അത്ര നല്ല അടിപൊളി സാധനങ്ങളൊന്നും കിട്ടിയില്ല. കുറച്ച് പൈസ കിട്ടി, പിന്നെ കുറച്ച് ആക്രി സാധനങ്ങളും കിട്ടി കഴിച്ച്. ഇനി നമുക്ക് ഏതായാലും വേറൊരു വീട്ടിലേക്ക് പോകാം. നമ്മൾ മോഷ്ടിച്ച വീട്ടിൽ സെക്യൂരിറ്റി ഒക്കെ വെറുതെ ചൊറുക്കിൽ വെച്ചുകൊണ്ട് സെക്യൂരിറ്റി ഒക്കെ മാനത്തൊക്കെ കുത്തിരിക്കണേ. ആരും നമ്മളെ കണ്ടിട്ട് പോലും ഇല്ല. അത് നല്ലതാണ് കഴിച്ച്. ഞാൻ കുറ്റം പറയുന്നത് നല്ലതാണ്. നമ്മൾ രക്ഷപ്പെട്ടല്ലോ, അത് മതി. നമുക്കിനി ഏതായാലും കഴിച്ച് മുന്നിൽ കാണുന്ന ഈ വീട്ടിലേക്ക് പോകാം. അത് കുറച്ച് വലിയ പേരാണ് കഴിച്ച്. ഇവിടെ എല്ലാം അപേക്ഷിച്ച് വലിയൊരു ബിൽഡിംഗ് ആണത്. അപ്പോൾ ഏതായാലും കഴിച്ച് നമ്മളിവിടെ സൈഡിൽ നിർത്തിയിട്ട് നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് വേഗം പോകാം കഴിച്ച്. ആരും കാണാതെ. ഇവിടെ ഒന്നും ആരും ഇല്ല കഴിച്ച്. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. നമ്മുടെ ബാഗ് കഴിച്ച് ഫുള്ളാവാനായിട്ടൊന്നുമില്ല. ഏതായാലും കുറച്ചുകൂടി സാധനങ്ങളൊക്കെ കൊള്ളും. ഏതായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഫസ്റ്റ് തന്നെ കഴിച്ച് എന്തോ ഒരു ബുക്കോ എന്തോ ഉണ്ട്. എന്തോ NC എന്തോ കഴിച്ച് തൊള്ളേ തിരിയാത്ത സാധനം കിട്ടീന് കഴിച്ച്. ഇവിടെ ആരും ഉണ്ടല്ലോ. ഇവിടെ ആരും ഉണ്ട് കഴിച്ച്. ഈ വീട്ടിലെ ഉടമസ്ഥ തന്നെ ആയിരിക്കും. ഇവിടെ ആരോ പോകുന്നുണ്ട്. ഇതെല്ലാം കഴിച്ച് നമുക്ക് അവിടെ എന്തായിരുന്നു സ്ക്രാച്ച് ടിക്കറ്റ് എന്തോ കിട്ടി. കഴിച്ച് വീടിൻ്റെ ഉടമസ്ഥ അതേ നടന്നു പോണേ. എങ്ങോട്ടാണ് ബ്രോ, സുഖല്ലേ? ഞാൻ ഈ വീടൊന്ന് ചെക്ക് ചെയ്യാൻ വന്നേന്. എന്താണ് പിക്ചർ കിട്ടി ഗൈസ്. വീടിൻ്റെ ഉടമസ്ഥ കണ്ട് കഴിച്ച് പോലീസിനെ വിളിക്കണേ. ഇതെല്ലാം കഴിച്ച് നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ അവിടെ വിളിച്ചേക്കാം. പോലീസ് വന്നെന്തോ. പോലീസ് വന്നു കഴിച്ച്. മൊട്ട സൂപ്പി പോലീസ് കഴിച്ച്. മൊട്ടത്തലയും പോലീസ്. പോലീസ് ഒന്ന് ചുറ്റും നോക്കിയാണ്ട് പോയി കഴിച്ച്. പോലീസിന് വേറെ പണിയില്ലോണ്ട്. പോലീസ് പോകണ്ടേ. നമുക്ക് ഏതായാലും ഇയാളെ പിന്നാലെ പോകാൻ കഴിച്ച്. ഇയാൾ ഇനി എവിടെ പൈസ ഒളിപ്പിച്ച് വെച്ചിങ്ങനെ അറിയില്ലല്ലോ. കഴിച്ച് ഇതാണ് പൈസ എവിടെയാണ് കഴിച്ച്. അവിടെ സൂപ്പർമാനൊക്കെ കണ്ടിട്ട് നമുക്ക് ഏതായാലും സൂപ്പർമാനെ എടുക്കാം കഴിച്ച്. അയാൾ കണ്ടിട്ടില്ല. വേഗം നമുക്ക് പൈസ എടുക്കാം. ഓക്കെ, നമുക്കിനി സൂപ്പർമാനും കൂടി എടുക്കാം. ഇയാൾ കഴിച്ച് സൂപ്പർമാൻ്റെ പാവക്കുട്ടിയൊക്കെ എടുത്തിട്ട് ഇയാൾക്ക് വിറ്റൊക്കെ ആയിട്ടും കഴിച്ച്. എന്ത് ചെയ്യാനാണ്, പൈസ ഭാര്യയാണ് നമുക്ക് ഏതായാലും ഇങ്ങോട്ട് പോകാം. ഉടമസ്ഥൻ്റെ ഭാര്യ ഇതാ നിൽക്കുന്നത് കഴിച്ച് കിച്ചണിൽ. അവിടെ നല്ല ബീഫ് കണ്ടിട്ടല്ലോ, മട്ടൺ. നമുക്ക് അത് കൊടുക്കാം. കുറച്ച് പാത്രം എടുക്കാം. ഫോർക്ക് എടുത്ത് കഴിച്ച്. പ്ലാസ്റ്റിക് ഫോർക്ക് അതൊക്കെ എന്തിനാ കഴിച്ച്. പ്ലാസ്റ്റിക്കിൻ്റെ ഫോർക്കൊക്കെ ഇതൊക്കെ വിറ്റ പൈസ കിട്ടും. വല്ല ആക്രി കടയിൽ പോയി വിൽക്കേണ്ടി വരും, എന്നാലേ കായിട്ടുന്നുണ്ട്. ഈ വീട്ടിലും കഴിച്ച് നല്ല അടിപൊളി സാധനങ്ങളൊന്നും ഇല്ലോണ്ട്. എന്തായാലും കഴിച്ച് ഈ ഉടമസ്ഥ ഇവിടെ പോയിക്കോട്ടെ. നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഉടമസ്ഥൻ കണ്ടിട്ടില്ല. നമുക്കിനി നേരെ ഇങ്ങോട്ട് പോകാം. അവിടെ എന്തൊക്കെ കഴിച്ച് റിമോട്ടൊക്കെ ഉണ്ട്. ഓക്കെ, TV റിമോട്ട് കിട്ടിയത് കുറച്ചുകൂടി നല്ല സാധനമാണ്. പിന്നെന്താ കഴിച്ച് ന്യൂസ് പേപ്പറോ കഴിച്ച്. പിന്നെ അയാൾ ഉടമസ്ഥക്കാട്ട് കഴിച്ച് മൊട്ട സൂപ്പി പോലീസ് ആയിട്ട് കഴിച്ച്. എനിക്ക് മണ്ടാൻ കഴിയുന്നില്ല. ഏതായാലും കഴിച്ച് നമുക്ക് മൊട്ട സൂപ്പി പോലീസ് കഴിച്ച് കുഴങ്ങി. നമുക്ക് ഏതായാലും ഇതായി അതെല്ലാം അപ്പുറത്ത് പോയിക്കാം. ഈ മൊട്ട സൂപ്പി പോലീസിനെ കൊണ്ടൊന്നൊരു ഉപയോഗമല്ല. അതായിരുന്നു കഴിച്ച്.
നമ്മളാണെങ്കിൽ ഇവിടെ ആരുമില്ല മൊട്ട സുപ്പി വേഗം പോയിക്കോ, നമ്മളിവിടെ ഇല്ല. ആ ഗൈസ്, ഉടമസ്ഥനും പൊട്ടനാണ് ഗൈസ്, പോലീസും പൊട്ടനാണ്. ഒരു കള്ളം പെരി കയറിയിട്ട് ഗൈസ് പോലീസിനെ വിളിച്ചാലല്ലാതെ അയാൾ തല്ലാനൊന്നും വരുന്നില്ല. പോലീസാണെങ്കിൽ അതിന് വലിയ പൊട്ടം. ഏതായാലും കഴിച്ച് നമ്മളത് കഴിഞ്ഞു, നമ്മൾ മോഷ്ടിച്ചു, അത് മതി നമുക്ക്. ഇനി ഏതായാലും കഴിച്ച് നമുക്ക് ആ പോലീസ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് വേഗം പോവാം. ആ പോലീസ്, ആ മൊട്ട പോലീസ് ഇവിടെ എവിടെ ഉണ്ടാവും. നമുക്കിനി ഒരു വീടും കൂടി മോഷ്ടിച്ച് കഴിച്ച് വീട്ടിലേക്ക് പോകാം നല്ലത്. ഇനി കുറേ മോഷ്ടിച്ച് തന്നാലേ എൻ്റെ തടിക്ക് നല്ലതല്ല. ഏതായാലും നമുക്കിനി വേഗം പോവാം. ഇനി നമുക്ക് അടുത്ത വീടും കൂടി ഒന്ന് പോയി മോഷ്ടിച്ച് വരാം. ഇപ്പോൾ കഴിച്ച് നമ്മളൊക്കെ മോഷ്ടിച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത വരെ നല്ല റിച്ച് വരാനെ തപ്പാൻ കഴിച്ച്. അപ്പോൾ നല്ല റിച്ച് കഴിച്ച് അവിടെ നല്ല ബിൽഡിംഗ് ഉണ്ട്, നല്ല സ്റ്റെയർ കേസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അങ്ങോട്ട് തന്നെ പോകാൻ കഴിച്ച്. അവിടെ കുറച്ചുകൂടി റിച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. റിച്ച് ആൾക്കാർ താമസിക്കുന്ന ബിൽഡിംഗ് ആണെങ്കിലോ ഏതെങ്കിലും കഴിച്ച് നമുക്ക് ഇവിടെയും കൂടി മോഷ്ടിച്ച് വേഗം വീട്ടിലേക്ക് പോകാം. ഇവിടെ കിട്ടിയ സാധനങ്ങളൊക്കെ കഴിച്ച് അടുത്ത ദിവസം വിൽക്കാം. അല്ലാതെ ഇപ്പോൾ ഇട്ടിട്ട് കാര്യമില്ല കഴിച്ച്. ഈ പാതിരാത്രി ആരാണ് ആ ക്രിക്കറ്റ് തുറക്കാൻ? ഏതായാലും കഴിച്ച് നമുക്ക് ഈ വീടും കൂടി മോഷ്ടിച്ച് തരാം. അപ്പോൾ കഴിച്ച് ഇവിടുന്നൊക്കെ മോഷ്ടിച്ചു, ഇവിടെ കുറച്ചുകൂടി നല്ല അടിപൊളി കിടക്കാൻ സാധനങ്ങളൊക്കെ കിട്ടി കഴിച്ച്. ഈ ഫ്രാങ്കിലെ കൂടി ഓരോ കഷ്ടപ്പെട്ട് ഏതെങ്കിലും മണ്ട കുടിച്ച് കയറിയാൽ അവിടുന്ന് തല കുത്തി പോകും. ഏതെങ്കിലും കഴിച്ച് നമുക്ക് ഇനി നമ്മുടെ വണ്ടി എടുത്ത് വേഗം പോവാം. ഇവിടെ അല്ലടോ അപ്പുറത്ത് കഴിച്ച് ഫ്രാങ്കിന് തലക്ക് നേരത്തെ ഒരു തല അടിച്ച് പോകുന്നുണ്ടേ, തല ഒന്ന് കിക്കയിക്കുന്നു. ഏതെങ്കിലും കഴിച്ച് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇനി ഇവിടെ നിന്നാൽ സേഫ് അല്ല കഴിച്ച്. നമ്മൾ അധികം മോഷ്ടിച്ചിരിക്കുന്നു, ബാഗൊക്കെ ഫുള്ളായി കഴിച്ച്. നമ്മളെ ന്യൂസ് പേപ്പറും ഇല്ല കണ്ട ആക്രികളൊക്കെ നമ്മളെ ബാഗിലുണ്ട്. കുറേ കായിട്ടീന് കഴിച്ച്. എത്ര 5 ലക്ഷം അടുപ്പിച്ച് നമുക്ക് പൈസ ഇട്ടീന്. ഏതെങ്കിലും കഴിച്ച് നമ്മൾ വീടെത്തി നമുക്ക് വേഗം വീട്ടിലേക്ക് കയറാം. ആരും നമ്മളെ കണ്ടിട്ടൊന്നുമില്ല കഴിച്ച്. പോലീസ് ഒരു വട്ടം കണ്ടു, പിന്നെ അത്ര വലിയ സീനായിട്ടില്ല. ഏതെങ്കിലും കഴിച്ച് നമുക്ക് ഇവിടെ GTA ഇവിടെ നിർത്താം. അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ബാഗ് പോയി വീടിൻ്റെ ഉള്ളിൽ വെക്കണം. അപ്പോൾ നമുക്ക് അടുത്ത കിടക്കാച്ച വീഡിയോസുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.